സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ, സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ലൂക്കോസ് 14:27. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ച് യേശു കർത്താവ് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ക്രൂശ് എന്നാൽ ഒരു ഭാരമല്ല, മറിച്ച് സ്വന്തം ഇഷ്ടങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമുക്ക് ശക്തി തരുന്നു. യേശു തന്നെ നമ്മോട് കൂടെ നടക്കുകയാണ്. ഈ ക്രൂശ് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു പുനരുദ്ധാനമുണ്ട്. അതൊരു ദീർഘ വർഷങ്ങളിലേക്കുള്ളതാ, നിത്യജീവിതമാ. നമുക്കതാ വേണ്ടത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ക്രൂശ് എടുത്ത് അങ്ങയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ. അവിടുന്നാണല്ലോ ഞങ്ങളെ നടത്തുന്നത്. ഈ യാത്ര നിത്യജീവനിലേക്കുള്ള യാത്രയാണല്ലോ. അതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.